ജമ്മുകാശ്മീർ മുൻ ലഫ്റ്റനന്റ് ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ദീർഘനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഡൽഹി ആർഎംഎൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, ദീർഘനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം, അല്ലേ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ജമ്മു കശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചത്. അദ്ദേഹം കിഡ്നി രോഗബാധയെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ജൂൺ ആദ്യവാരമാണ് അദ്ദേഹത്തെ ആർഎംഎൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന്റെ നില മെച്ചപ്പെട്ടെങ്കിലും ജൂൺ 8-ന് ആരോഗ്യനില വീണ്ടും മോശമാവുകയും അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റുകയുമായിരുന്നു. ദീർഘനാളായി അതിനെ തുടർന്ന് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കുന്ന സമയത്ത് ജമ്മു കശ്മീരിലെ ഗവർണറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു സത്യപാൽ മാലിക്. ജമ്മു കശ്മീരിലെ അനുച്ഛേദം 370 റദ്ദാക്കിയതിന്റെ 5ാം വാർഷിക ദിനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഈ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പിന്നീട് രംഗത്തെത്തിയിരുന്നു. ജമ്മു കശ്മീരിൽ നിന്നും ഗോവയിലെ ലഫ്റ്റനന്റ് ഗവർണറായി മാറിയ അദ്ദേഹം പിന്നീട് മേഘാലയ ഗവർണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് പിന്നീട് കർഷക സമരത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം നിലപാടെടുക്കുകയും കേന്ദ്ര സർക്കാരിന് അപ്രിയനായി മാറുകയും ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളും അദ്ദേഹം പിന്നീട് ഉന്നയിച്ചിരുന്നു. കർഷകരെ പിന്തുണച്ചുകൊണ്ട് നിലപാടെടുത്ത ശേഷം പിന്നീട് ജമ്മു കശ്മീരിലെ ഉണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മതിയായ സുരക്ഷ സൈനികർക്ക് നൽകിയില്ല എന്നും ഇതാണ് പുൽവാമ ഭീകരാക്രമണത്തിന് കാരണമായത് എന്നും മനഃപൂർവ്വമായ വീഴ്ച സംഭവിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പിന്നീട് കീരു വൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ CBI കേസെടുക്കുകയും അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും അവസാനമായി അദ്ദേഹം തൻ്റെ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലും ഈ ആരോപണങ്ങളെ നിഷേധിച്ചുകൊണ്ട് തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. കൂടാതെ തൻ്റെ ആരോഗ്യനില മോശമാവുകയാണ് എന്നും തന്നെ ബന്ധപ്പെടേണ്ട നമ്പർ ഉൾപ്പെടെ അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണം അല്പസമയം മുമ്പാണ് സ്ഥിരീകരിച്ചത്. വിജയകുമാർ. യെസ്, 2019 ഓഗസ്റ്റ് 5-നാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. അതിൻ്റെ ഒരു വാർഷിക ദിവസമാണ് സത്യപാൽ മാലിക്കിൻ്റെ മരണം സംഭവിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകൻ എന്ന നിലയിലായിരുന്നു പിന്നീട് 2019-നൊക്കെ ശേഷം സത്യപാൽ മാലിക് വാർത്തകളിൽ നിറയുകയും ചെയ്ത് കർഷക സമരത്തെ പിന്തുണച്ചിട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ ആ നിലയിൽ പ്രധാനമന്ത്രിയുടെ ഒരു വിമർശകനൊക്കെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ആർഎംഎൽ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു. 79 വയസ്സായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.